ഹലോ ഓൾ, എല്ലാവർക്കും പാരാമെഡിക്കൽ കോഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സൊക്കെ മനസ്സിലായി കാണുമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊക്കെ എന്താ ചെയ്തത്? അനാട്ടമി ഒന്ന് പരിചയപ്പെട്ടു അല്ലേ? അനാട്ടമി എന്താണ്, ഫിസിയോളജി എന്താണ്, പിന്നെ ഡിഫറെൻ്റ് അനാട്ടമിക്കൽ ടേംസുകൾ പഠിച്ചു, സെക്ഷൻസ് ഓഫ് ബോഡി പഠിച്ചു, ക്യാവിറ്റീസ് ഓഫ് ദ ബോഡി പഠിച്ചു അല്ലേ? ടിഷ്യൂ എന്താണ്, സെൽ എന്താണ് എന്നൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ഒരുപാട് നമ്മുടെ ശരീരത്തിലെ സിസ്റ്റംസുകളെ കുറിച്ച്. എന്താണ്? വ്യവസ്ഥകൾ, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഒരു കൂട്ടം പ്രവർത്തനങ്ങളാണ് എന്ത് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നതാണ് സ്കെൽറ്റൽ സിസ്റ്റം. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ ബോണുകളുടെയും എല്ലുകളുടെയും പേരറിയുമോ? എല്ലാ ബോണുകളുടെയും പേരറിയുമോ? ഇല്ല. സ്കെൽറ്റൻ കണ്ടിട്ടുണ്ടോ? അസ്ഥികൂടം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ചിലവർ കണ്ടിട്ടുണ്ടായിരിക്കും, ചിലവർ TV-യിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ആ സ്കെൽറ്റനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. സ്കെൽറ്റൽ സിസ്റ്റം. അപ്പോൾ നമുക്ക് ബോണുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതിന് മുന്നായിട്ട് സ്കെൽറ്റൽ സിസ്റ്റം എന്താണെന്ന് അറിയാം. ദ സ്കെൽറ്റൽ സിസ്റ്റം ഈസ് ദ ബോണി ആൻഡ് കാർട്ടിലേജിനസ് ഫ്രെയിംവർക്ക് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ് എന്ത്? ഈ സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. ബോണുകൾ കൊണ്ട് നിർമ്മിതമായ ഒരു ഫ്രെയിം. The skeleton in man is internal in position and hence it is called endoskeleton. നമ്മുടെ ശരീരത്തിലെ അസ്ഥികൂടം എവിടെയാണ് കാണപ്പെടുന്നത്? പുറം ഭാഗത്താണോ? അല്ല. എവിടെയാണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. ഈ ബോണിനെ കവർ ചെയ്തിട്ട് എന്തുണ്ട്? മസിൽസുകളുണ്ടല്ലേ. അങ്ങനെ ഉൾഭാഗത്ത് കാണപ്പെടുന്ന സ്കെൽറ്റനെയാണ് എന്ത് പറയുന്നത്? എൻഡോസ്കെൽറ്റൻ എന്ന് പറയുന്നത്. എക്സോസ്കെൽറ്റൻ ഈസ് ദ സ്കെൽറ്റൽ ഫ്രെയിംവർക്ക് ഫൗണ്ട് എക്സ്റ്റേണലി. എക്സോസ്കെൽറ്റൻ എന്താ പറയുന്നത്? അതും സ്കെൽറ്റൻ്റെ ഫ്രെയിംവർക്ക് തന്നെയാണ്. പക്ഷേ എവിടെയാണ് കാണുക? എക്സ്റ്റേണലി, പുറം ഭാഗത്ത്. ഓക്കെ. In man, exoskeleton is confined to the hair and nails. നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്? സ്കെൽറ്റൽ നമ്മുടെ ശരീരത്തിലെ സ്കെൽറ്റൽ എവിടെയാണ് കാണപ്പെടുന്നത്? എൻഡോസ്കെൽറ്റൻ ആണ്. അതായത് ഇൻറ്റേർണലിയാണത്. ഇൻറ്റേർണൽ ആണ് പൊസിഷൻ. പക്ഷേ നമ്മുടെ ശരീരത്തിലും എന്തുണ്ട്? എക്സോസ്കെൽറ്റൻസ് ഉണ്ട്. ഹെയർ ആൻഡ് നെയിലാണ് എന്ത്? എക്സോസ്കെൽറ്റനായിട്ട് പറയുന്നത്. നഖത്തിനെയും മുടിയെയുമാണ്. ദ സ്റ്റഡി ഓഫ് ബോൺസ് ഈസ് കോൾഡ് ഓസ്റ്റിയോളജി. നമ്മുടെ ശരീരത്തിലെ ബോണുകളെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഓസ്റ്റിയോളജി. പഠിക്കുന്ന ശാഖയാണ് ഓസ്റ്റിയോളജി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ഓഫ് ബോഡി എന്ന് പറയുന്നത് അനാട്ടമി. സ്റ്റഡി ദ ഫങ്ഷൻസ് ഓഫ് ബോഡി എന്ന് പറയുന്നത് ഫിസിയോളജി. ഗോട്ട് ഇറ്റ്? ഇനി ഇതാണ് എന്ത്? സ്കെൽട്ടൺ എന്ന് പറയുന്നത്.
കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. നമുക്ക് ബോണുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം അല്ലേ. നമ്മുടെ തലയോട്ടിയുടെ ഹെഡ് റീജിയനാണ് എന്ത് പറയുന്നത്? സ്കൾ എന്ന് പറയുന്നത്. സ്കളിൽ ഒരുപാട് ബോണുകൾ കൂടിച്ചേർന്നാണ് സ്കള് രൂപപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് ബോണുകൾ ജോയിൻ ചെയ്തിട്ടാണ് സ്കൾ രൂപപ്പെട്ടിട്ടുള്ളത്. സ്കളിനോട് ചേർന്ന് താഴോട്ട് വരുന്ന ഭാഗമാണ് ചെറിയ ചെറിയ ബോണുകൾ, വിവിധ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഒരേ രൂപത്തിലല്ലാത്ത ബോണുകൾ കൂടിച്ചേർന്നുണ്ടായതാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് നട്ടെല്ല്. ഇനി തൊട്ട് താഴെ കഴുത്തിൻ്റെ നമ്മുടെ നെക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഇവിടെ നമ്മുടെ കഴുത്തിലൊക്കെ പൊന്തി നിൽക്കുന്ന ആ ബോണിനെയാണ് ക്ലാവിക്കിൾ എന്ന് പറയുന്നത്. അതിന് പിറകിലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പിറകിലായിട്ട് കാണപ്പെടുന്ന ഒരു ഫ്ലാറ്റ് ബോണാണ് സ്കാപ്പുല. ഫ്രണ്ടിൽ ക്ലാവിക്കിൾ, അതിന് ബാക്കിൽ സ്കാപ്പുല. ഇനി അതിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഒരു ആർച്ച് ഷേപ്പിൽ കാണപ്പെടുന്ന ബോണുകളുടെ ഒരു കൂട്ടാണ് നമ്മൾ റിബ്സ് എന്ന് പറയുന്നത്. റിബ്സ് മീൻസ് വാരിയെല്ലുകൾ. ഈ വാരിയെല്ലുകൾ വന്ന് പതിക്കുന്നത് എവിടെയാണ്? ഒരു പരന്ന ബോണിലാണ്. ആ ബോണാണ് സ്റ്റേണം. ആ ബോണിനെയാണ് നമ്മൾ സ്റ്റേണം എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെ കാണപ്പെടുന്ന നമ്മുടെ ഹിപ്പ് റീജിയനിൽ കാണപ്പെടുന്നതാണ് പ്യൂബിക് ബോൺ. പ്യൂബിക് ബോണിലും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്, ബോണുകളുണ്ട്. ഓക്കെ, അപ്പോൾ തലയോട്ടിയെ പറയുന്നത് സ്കള്, അതിന് ശേഷം വരുന്ന നെക്കിൻ്റെ റീജിയനിൽ വരുന്നത്, നെക്ക് മുതൽ നമ്മുടെ ഒരു ഹിപ്പ് പോർഷൻ വരെ വരുന്നതാണ് ഇത് വെർട്ടിബ്രൽ കോളം, വെർട്ടിബ്രൈ. പിന്നെ നെക്കിൽ കാണപ്പെടുന്ന ക്ലാവിക്കിൾ, അതിന് പിറകിൽ സ്കാപ്പുല, റിബ്സ് എന്ന് പറയുന്നത് 12 ജോഡി റിബ്സുകളാണ്. ഇരുവശത്തും 12 ജോഡികൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ 33 ചെറിയ ചെറിയ ബോണുകൾ കൂടിച്ചേർന്നാണ് വെർട്ടിബ്രൽ കോളം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ സ്കളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ചെറിയ ചെറിയ ബോണുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. ഇനി നമ്മുടെ കയ്യിലെയും കാലിലെയും ബോണുകൾ. കയ്യിലെ മുകൾ ഭാഗത്തെ ബോണാണ്, അല്ലെങ്കിൽ ബോണിനെയാണ് നമ്മൾ ഹ്യൂമറസ് എന്ന് പറയുന്നത്. ഹ്യൂമറസ് ബോൺ, അവിടെ ഒരു ബോണാണുള്ളത്. അതിനുശേഷം താഴ്ഭാഗത്ത്, കൈയിൻ്റെ താഴ്ഭാഗത്ത് 2 ബോണുകൾ കൂടി ചേരുന്നുണ്ട്. അവിടെ റേഡിയസ്, അൾന എന്ന് പറയുന്ന ബോണുകളാണ്. ഒരു ബോണിൻ്റെ പേര് റേഡിയസ്, ഒരു ബോണ് അൾന. ഇനി കാലിൻ്റെ ഭാഗത്ത് നമ്മുടെ തുടയെല്ല് എന്ന് പറയുന്ന ബോണാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ്, ഏറ്റവും കാഠിന്യമുള്ളതും അതുപോലെ തന്നെ നീളവുമുള്ള ബോണാണ് എന്ത്? ഈ തുടയെല്ല് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഫീമർ എന്ന് പറയുക, ഫീമർ ബോൺ. അതിനുശേഷം നമ്മുടെ കയ്യിലെ പോലെ തന്നെ നമ്മുടെ ലെഗിൽ വരുന്നത് ടിബിയ ആൻഡ് ഫിബുല. നമ്മുടെ റേഡിയസ് അൾനയെ പോലെ തന്നെ ലെഗിൽ വരുന്നതാണ് ടിബിയ, ഫിബുല.
ഇനി നമ്മുടെ കൈപ്പത്തികളിൽ വരുന്നത്, നമ്മുടെ പാമ്പിൽ വരുന്നത് കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫലാഞ്ചസ്. വിരലുകളിൽ വരുന്ന ചെറിയ ചെറിയ ബോണുകളാണ് ഫലാഞ്ചസ് എന്ന് പറയുന്നത്. കയ്യിലാണെങ്കിൽ കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫലാഞ്ചസ്. അതുപോലെ കാലിലാണെങ്കിലും ടാർസൽസ്, കൽപാദത്തിൽ വരുന്നത് ടാർസൽസ്, മെറ്റാടാർസൽസ്, ഫലാഞ്ചസ്. കയ്യിൽ കാർപ്പൽസ്, കാലിൽ വരുന്നത് ടാർസൽസ്. ഓക്കെയാണോ? ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ ബോണുകളുടെ ഫങ്ഷൻസ് എന്ന് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ബോൺ. ഇറ്റ് പ്രസൻസ് ഗിവ് ദ ഇറക്റ്റ് പോസ്ചർ, ഷേപ്പ് ടു ബോഡി. നമ്മുടെ ശരീരത്തിനൊരു ഷേപ്പ് നൽകുന്നത്, ഒരു വടിവൊക്കെ നൽകുന്നത് ആരാണ്? നമ്മുടെ ബോണുകളാണ്. ഹെൽപ്പ് ടു ലോക്കോമോഷൻ ആൻഡ് സൈറ്റ് ഫോർ അറ്റാച്ച്മെൻറ്റ് ഓഫ് മസിൽസ്. ലോക്കോമോഷൻ മീനിങ് ചലനം. ചലനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ മസിൽസിന് അറ്റാച്ച് ചെയ്യാനുള്ള സർഫസുമായിട്ട് എന്ത് ചെയ്യുന്നു? ബോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു വൈറ്റൽ ഓർഗൻസ് ലൈക്ക് ബ്രെയിൻ, ഹാർട്ട് ആൻഡ് ലങ്സ്. നമ്മുടെ ബോഡിയിലുള്ള വൈറ്റൽ ഓർഗൻസിന്, ബ്രെയിന്, ഹാർട്ട്, ലങ് ഇങ്ങനെയൊക്കെയുള്ള വൈറ്റൽ ഓർഗൻസിന് എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ഷൻ നൽകുന്നു. ആക്ട് ആസ് സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം. നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന കാൽഷ്യത്തിൻ്റെ സ്റ്റോർ ഹൗസ്, സംഭരണശാല എന്നൊക്കെ പറയുന്നത് ആരെയാണ്? നമ്മുടെ ബോണുകളെയാണ്. അലോ ഫോർമേഷൻ ഓഫ് ബ്ലഡ് ഇൻ ദയർ മാരോ. നമ്മുടെ ബോൺ മാരോ, അസ്ഥിമജ്ജ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അവിടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡ് ഫോർമേഷൻ നടക്കുന്നത്, ബ്ലഡ് സെല്ലുകൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് ഫോം ചെയ്യാനും കൂടെ അത് സഹായിക്കുന്നുണ്ട്, നമ്മുടെ ബോണുകൾ സഹായിക്കുന്നുണ്ട്, എല്ലുകൾ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻസ് ആണ്, നമ്മുടെ ബോണുകളുടെ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു പൊസിഷൻ എന്നാണ്. അക്കോർഡിംഗ് ടു പൊസിഷൻ, ഇതിൻ്റെ സ്ഥാനത്തിനനുസരിച്ച്. അപ്പോൾ രണ്ടെണ്ണാക്കിയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ആക്സിയൽ സ്കെൽട്ടൺ ആൻഡ് അപ്പൻഡിക്കുലാർ സ്കെൽട്ടൺ. ആക്സിയൽ സ്കെൽട്ടൺ എന്നും അപ്പൻഡിക്കുലാർ സ്കെൽട്ടൺ എന്നും. ആക്സിയൽ സ്കെൽട്ടൺ comprises the bones which lie along the central axis of the body. നമ്മുടെ ശരീരത്തിൻ്റെ സെൻറ്ററിലായിട്ട് കാണപ്പെടുന്ന ബോണുകളാണ് എന്ത്? ആക്സിയൽ സ്കെൽട്ടൺ. ദാറ്റ് മീൻസ് സ്കൾ, റിബ്സ്, സ്റ്റേണം, വെർട്ടിബ്രേ. സെൻറ്റർ പോർഷനിൽ കാണപ്പെടുന്ന ബോണുകളാണ് എന്ത്? ആക്സിയൽ സ്കെൽട്ടൺസ്. അങ്ങനെ സ്കൾ, റിബ്സ്, സ്റ്റേണം, വെർട്ടിബ്രേ. Appendicular skeleton consists of the bone forming the skeleton of limb and their girdles. സ്കെൽട്ടൻ്റെ ലിംബുകൾ, നമ്മുടെ കാലിന് കൈകളിലൊക്കെ പറയുന്നതാണ് അപ്പർ ലിംബ്, ലോവർ ലിംബ് എന്നൊക്കെ. ലിംബുകളൊക്കെ ഫോം ചെയ്യുന്ന സ്കെൽട്ടനാണ് അല്ലെങ്കിൽ ബോണാണ് എന്ത്? അപ്പൻഡിക്കുലർ സ്കെൽട്ടൺ. നമുക്ക് ആക്സിയൽ സ്കെൽട്ടനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആക്സിയൽ സ്കെൽട്ടനിൽ വരുന്നത് ഏതൊക്കെയാണ്? സ്കൾ, സ്റ്റേണം, റിബ്സ് ആൻഡ് വെർട്ടിബ്രേ. സ്കൾ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് സ്കളാണ്. സ്കൾ എന്ന് വെച്ചാൽ തലയോട്ടി. സ്കൾ ഈസ് ദ ബോണി ഫ്രെയിം വർക്ക് ഓഫ് ദ ഹെഡ്. നമ്മുടെ ഹെഡിലെ
ബോണി ഫ്രെയിം വർക്കാണ് എന്ത്? സ്കൾ, തലയോട്ടി എന്ന് പറയുന്നത്. ബോൺസ് ഓഫ് സ്കൾ ആർ അറേഞ്ച്ഡ് ഇൻ 2 ഗ്രൂപ്പ്. നമ്മുടെ സ്കളിലുള്ള നമ്മുടെ ആ ഒരു തലയോട്ടി ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഹെഡ് പോർഷനും കംപ്ലീറ്റ് കവർ ചെയ്യുന്നതാണ് എന്ത്? സ്കൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്കളിലുള്ള ബോണുകളെ എന്ത് ചെയ്തു? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, 2 ഗ്രൂപ്പാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്രേനിയം ആൻഡ് ഫേഷ്യൽ സ്കെൽറ്റൻ. ക്രേനിയം നമ്മുടെ ഹെഡ് റീജിയനാണ് പറയുന്നത്. പിന്നെ ഫേഷ്യൽ സ്കെൽറ്റൻ എന്ന് പറയുന്നത് ഫേസിൽ വരുന്നത്. ക്രേനിയം കമ്പോസ്ഡ് ഓഫ് 8 ബോൺസ്. ക്രേനിയത്തിൽ 8 ബോണുകളാണ് വരുന്നത്. ഫേഷ്യൽ സ്കെൽറ്റനിൽ 14 ബോൺസ്, 14 ബോണ്. Most of the bones of skull are immovable. The lower surface of the skull is called base. നമ്മുടെ സ്കളിലെ മിക്ക ബോണുകളും എന്താണ്? ഇമ്മൂവബിൾ ആണ്. ഇമ്മൂവബിൾ എന്ന് വെച്ചാൽ മൂവബിൾ എന്നാണ് ചലിക്കുന്നത്. അപ്പോൾ ഇമ്മൂവബിൾ ചലിപ്പിക്കാൻ കഴിയാത്തത്. നമ്മുടെ സ്കളിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തെ നമ്മുടെ നെക്ക് റീജിയനാണ് എന്ത്? അല്ലെങ്കിൽ സ്കളിൽ നെക്കിനോട് അടുത്ത് വരുന്ന ആ റീജിയനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ സർഫസിനെയാണ്, ലോവർ സർഫസിനെയാണ് എന്ത് പറയുന്നത്? ബേസ് എന്ന് പറയുന്നത്. At the base of the skull, there is a large opening called foramen magnum through which spinal cord passes. സ്കളിൻ്റെ ലോവർ സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസ്. ബേസിൽ എന്തുണ്ട്? ഒരു ലാർജ് ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ഫോറാമൻ മാഗ്നം എന്ന് പറയുന്നത്. ഈ ഫോറാമൻ മാഗ്നം എന്ന് വെച്ചാൽ നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ സെൻറ്റർ പോർഷനിലൂടെയാണ് നമ്മുടെ സ്പൈനൽ കോഡ്, സുഷുമ്നാ നാഡി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ആ സ്പൈനൽ കോഡ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെയിനിൻ്റെ ലോവസ്റ്റ് പോർഷനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്പൈനൽ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്രെയിനിൽ നിന്നും ഇതിലോട്ട് താഴോട്ട് പോകാനുള്ള അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളത്തിലോട്ട് വരാനുള്ള ഒരു ഓപ്പണിംഗ് ആണ് എന്ത്? ഫോറാമൻ മാഗ്നം എന്ന് പറയുന്നത്. ത്രൂ വിച്ച് സ്പൈനൽ കോഡ് പാസസ്. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സ്പൈനൽ കോഡ് പാസ് ചെയ്ത് പോകുന്നത്. ഇമ്മൂവബിൾ ജോയിൻറ്റ്സ് ഇൻ സ്കൾ ഈസ് കോൾഡ് സച്ചേഴ്സ്. ഇങ്ങനെ ബോണുകളെ ചലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഈ ബോണുകൾ തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലമാണ് എന്ത്? ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ സ്കളിലുള്ള ജോയിൻറ്റ്സുകളെ നമ്മൾ വിളിക്കുന്നത് സച്ചേഴ്സ് എന്നാണ്. ഇനി നമുക്ക് ക്രേനിയം ബോൺസുകളെയും ഫേഷ്യൽ സ്കെൽറ്റനെയും, ക്രേനിയൽ ബോണുകളെയും ഫേഷ്യൽ സ്കെൽറ്റനെയും ഡിഫറെൻ്റായിട്ട് പഠിക്കാം. അതിനു മുന്നേ ഹ്യൂമൻ സ്കൾ സൈഡ് വ്യൂ, സ്കല്ലിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ബോണുകൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഒക്സിപിറ്റൽ, ടെമ്പറൽ, പാരൈറ്റൽ, പിന്നെ കൊറോണൽ സച്ചേഴ്സ്, സെജിറ്റൽ സച്ചർ എന്നിങ്ങനെ മാർക്കുകൾ കാണാൻ പറ്റും. ഈ സച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്മൂവബിൾ ജോയിൻസുകൾ, നമ്മുടെ സ്കളിലുള്ള ജോയിൻസുകളാണ് എന്ത് പറയുന്നത്? സച്ചേഴ്സ് എന്ന് പറയുന്നത്. 2 ബോണുകൾ കൂടിച്ചേരുന്ന സ്ഥലം. ഓക്കെ, ഇനി നമുക്ക് ബോണുകളെ കുറിച്ചൊന്ന് നോക്കാം. ഫേഷ്യലിൽ എത്ര ബോണുണ്ട്, ക്രേനിയത്തിൽ എത്ര ബോണ്ടുണ്ടെന്ന് തരംതിരിച്ച് പഠിക്കാം. അവയുടെ പേരുകളൊന്നറിയാം. cranial bones and facial bones.
Cranial bones 8 in numbers and facial bones 14 in numbers. Cranial bonesിൽ വരുന്നതാണ് 1 frontal, 2 temporal, 2 parietal, 1 phrenoid bone, 1 ethmoid bone, 1 occipital. ഇതിൽ ബോണുകളുടെ എണ്ണമാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടൽ ബോൺ, ടെമ്പറൽ ബോൺ, പാരൈറ്റൽ ബോൺ, ഫിനോയിഡ് ബോൺ, എത്മോയിഡ് ബോൺ, ഒക്സിപിറ്റൽ ബോൺ. ഇനി ഫേഷ്യൽ ബോൺസുകളാണ് 14 ഇൻ നമ്പേഴ്സ്, 14 ഉണ്ട്. 2 nasal bone, 2 palatine bone, 2 lacrimal bone, 2 zygomatic bone, 1 vomer bone, 2 inferior turbinate, 2 maxilla, 1 mandible. നമ്മുടെ നെറ്റി ഭാഗത്ത് വരുന്നതാണ് ഫ്രണ്ടൽ ബോൺ. അതിന് തൊട്ട് പിറകിലായിട്ട് വരുന്ന പാരൈറ്റൽ ബോണിന് എന്ത് ചെയ്തിട്ടുണ്ട്, 2 ആക്കി ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം കാണുന്നുണ്ട്. ഫ്രണ്ടൽ ബോണ് 1, ടെമ്പറൽ ബോണ് 2 എണ്ണം. പിന്നെ പാരൈറ്റൽ ബോൺ, ടെമ്പറൽ ബോൺ എന്ന് പറയുന്നത് ചെവിയുടെ മുകളിലായിട്ട് വരുന്നത്. അതിന് സെൻറ്റർ നമ്മുടെ ഹെഡിൻ്റെ റീജിയനിൽ, ഹെഡിൻ്റെ മുകൾ പോർഷനിൽ വരുന്നതാണ് പാരൈറ്റൽ ബോൺ. ടെമ്പറൽ ബോണും പാരൈറ്റൽ ബോണും 2 എണ്ണം വീതമുണ്ട്. അതിനുശേഷം ബാക്ക് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ മിഡിലോ ഒബ്ലോങ്കേറ്റഡൊക്കെ മുകളിലായിട്ട് കാണപ്പെടുന്ന ബോണാണ് ഒക്സിപിറ്റൽ ബോൺ. സ്ഫീനോയിഡ് ബോൺ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നതായിരിക്കാം. ടെമ്പറിൻ്റെയും ഫ്രണ്ടലിൻ്റെയും സെൻട്രലായിട്ട്. ആൻഡ് എത്തമോയിഡിൻ നമ്മുടെ കണ്ണിൻ്റെയൊക്കെ ആ ഒരു സ്പേസിലാണ് വന്നിട്ടുള്ളത് എത്മോയിഡ് ബോൺ. ഇനി നമ്മുടെ ഫേഷ്യൽ ബോണിൽ വരുന്നതാണ് മാക്സില്ല മാൻഡിബിൾ. നമ്മുടെ മാൻഡിബിളിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രേനിയത്തിൽ ചലിപ്പിക്കാൻ കഴിയുന്ന മൂവബിളായിട്ടുള്ള ഒറ്റ ബോണാണ് എന്ത്, മാൻഡിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫേഷ്യൽ ബോൺസ് ആണ് നേസൽ ബോൺസ്. 2 നേസൽ ബോൺസ്. നേസൽ മീനിങ് അവിടെ ഈ നോസിൻ്റെയൊക്കെ ഏരിയയിലായിട്ട് വരുന്നത്. 2 palatine bone, 2 lacrimal bone, 2 zygomatic bone. സൈഗോമാറ്റിക് ബോൺ കാണാൻ കഴിയുന്നുണ്ടല്ലോ. നേസൽ ബോൺ നോസിൻ്റെ സൈഡിലായിട്ട് വരുന്നത്. സൈഗോമാറ്റിക് എന്ന് പറയുന്നത് ഈ പിക്ചറിലുണ്ട്. 1 വോമർ ബോൺ ഒക്കെ നമ്മുടെ ഏകദേശം ഫേഷ്യലിന് ഉള്ളിലായിട്ടാണ് വരുന്നത്. 2 inferior turbinate, 2 maxilla, 1 mandible. maxilla നമ്മുടെ മുകൾ പോർഷനിൽ, നമ്മുടെ മൗത്തിൻ്റെ മുകൾ പോർഷനിൽ വരുന്ന 2 ബോണുകളാണ് എന്ത്, മാക്സില്ല എന്ന് പറയുന്നത്. പിന്നെ താഴ്ഭാഗത്തുള്ളത് മാൻഡിബിൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് സ്കെൽറ്റൽ സിസ്റ്റത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷനാണ്. ബോണുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. ഏതൊക്കെയാണ് സ്കെൽറ്റൽ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു. ഇത്രയാണ് ഈ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി.